ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് സ്പാ ചെയ്യാനായിട്ട് സമയമില്ലാത്തവർക്ക് ഇതുപോലെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെയർ സ്പാ ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഹായ് ഹലോ, ഇറ്റ്സ് മീ സരിത ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ടിപ്സ് മലയാളം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ സ്പാ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഹെയർ കെയർ വീഡിയോ ആണ്, പക്ഷേ നമുക്ക് ഇത് ഒരു ഫുൾ ബോഡി കെയർ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ഇപ്പോൾ ഈ ചെയ്തെടുക്കുന്നത് ഹെയർ സ്പാ ആയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ ഓൾ ഓവർ ബോഡിയും ഫേസും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെണ്ടയ്ക്കാണ് എൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യണത്. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഒരു 3-4 വെണ്ടയ്ക്ക മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. കാരണം ഇതിനകത്ത് ഒന്നാമതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഞാൻ യൂസ് ചെയ്യണില്ല. പിന്നെ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഫേസിനും അതുപോലെ ഹെയറിനും ഒരുപോലെ ഗുണമുള്ള കാര്യമാണ് കേട്ടോ. നന്നായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത് ചിലരൊക്കെ പറയാറുണ്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് ചെയ്യാനുള്ള ഒരു സമയക്കുറവുണ്ട്. പിന്നെ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് വീട്ടിലൊക്കെ തന്നെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. കുട്ടികൾക്കും യൂസ് ചെയ്യാം. ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ഒരു ബോഡി സ്പാ എന്നൊക്കെ പറയില്ലേ, ലൈക്ക് നമ്മൾ എന്താ പറയുക, നല്ലതുപോലെ ഒന്ന് ഫുൾ സ്കിൻ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനും ബ്രൈറ്റ്നപ്പ് ആക്കാനും അതുപോലെ മുടി നന്നായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈനെസ്സും ഫ്രിസ്നെസ്സും ഒക്കെ ഉണ്ട് ഹെയറിനെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇത് ഹെയറിന് മാത്രമല്ല കേട്ടോ, സ്കാൽപ്പും നല്ലതുപോലെ കൂളാക്കുന്നതിനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഡാൻഡ്രഫ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സൂപ്പറായിട്ടുള്ള റെമഡിയാണ്. ശരിക്കും നമ്മൾ ആ ഒരു സ്ലൈമി ഒരു വാട്ടർ ഉണ്ടല്ലോ വെണ്ടയ്ക്കയുടെ, അത് നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കണം നമുക്ക് വീട്ടിൽ കിട്ടണ തന്നെ പെട്ടെന്ന് കിട്ടണ ഒരു 1-2 ഇൻഗ്രീഡിയൻസും കൂടിയാണ് ആഡ് ചെയ്യണത്. അപ്പം അത് ചെയ്ത് എടുക്കണ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട. എനിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്ത് കാണിക്കാൻ പോണേ. നമ്മുടെ ഹെയർ സ്പാ ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കയുടെ ജെല്ലാണ് കേട്ടോ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതുപോലെ തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് വെണ്ടയ്ക്ക നന്നായിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് 1-2-3 മിനിറ്റ് തിളച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു ജെല്ല് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇത് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ആ ജെല്ല് ഫുള്ള് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒന്ന് കുറുക്കി എടുക്കണം. അപ്പം അരിപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കുറുക്കി സ്മൂത്തായിട്ടൊരു ക്രീം രൂപത്തിലാക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ നമ്മൾ ആ ഒരു സ്പാ ക്രീം ചെയ്തെടുക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് സ്മൂത്ത് ആയതിന് ശേഷം അതൊന്ന് തണുക്കാനായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്കയുടെ ജെല്ലില്ലേ, അത് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമിലേക്കൊന്ന് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വൈറ്റമിൻ ഇ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതേ മുടിയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം വെണ്ടയ്ക്ക സ്കാൽപ്പിനൊക്കെ നല്ലതാണ്. അപ്പം ടോട്ടൽ നമ്മൾ ഹെയർ ടിപ്പ് വരെ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ്സ് വെക്കാം. എങ്കിൽ മാത്രമേ ആ ഒരു ക്രീം നന്നായിട്ട് ഒന്ന് മുടിയിൽ പിടിക്കുള്ളൂ. ഒരു നല്ല ഒരു സ്പാ ചെയ്ത ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു 30 മിനിറ്റ്സ് വെക്കണം. പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. സോ ഇപ്പോൾ ഈസി പാറ്റേൺ ആണ്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫുൾ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യണം. കുറച്ച് സമയം മസാജും കൂടെ ചെയ്ത് കൊടുത്തോളൂ. ആൻഡ് ടിപ്പ് വരെ കേട്ടോ, ഹെയറിൻ്റെ ഏറ്റവും ടിപ്പ് വരെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 40 മിനിറ്റ്സ് വെക്കണം. കാരണം ഈ തലനീരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. പിന്നെ നമ്മൾ തണുപ്പായിട്ടുള്ള ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യണില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെച്ചിരുന്നാലും നല്ലതാണ്. 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോർമലായിട്ട് വാട്ടറിൽ വാഷ് ചെയ്യുക. ഷാമ്പൂ കണ്ടീഷണേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. അത്രയ്ക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് കിട്ടും. പിന്നെ മുഖത്തും അതുപോലെ മേത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുത്ത് ഇതേ സമയം ലൈക്ക് ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം അത്രയും സൂപ്പർ റെമഡിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം സരിത.